ഇന്നൊരു പാചകത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വരുന്നത്. തൃശ്ശൂർക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറിയായിട്ടുള്ള വൻപയർ കുത്തിക്കാച്ചിയത് ഞങ്ങളിത് ചവറയിൽ ഇന്ന് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി ചതച്ചത്, മുളക് ക്രഷ് ചെയ്തത്, വെളുത്തുള്ളി, കറിവേപ്പില, കൂടാതെ വൻപയർ വേവിച്ച് വെച്ചത്. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞു. കൂടാതെ ചെറിയ ഉള്ളി ചതച്ച കൂടി ഇടുക. ഇതൊരു മൺചട്ടിക്കകത്ത് തയ്യാറാക്കലാണ് ടേസ്റ്റ് കൂടുന്നത്. കൂടാതെ ഈ വീഡിയോ കാണുന്നവരാദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ശേഷം മുളക് ക്രഷ് ചെയ്തത് അതിനകത്തേക്ക് ഇടുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയെല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് വൻപയർ വാങ്ങി അതിനകത്ത് ഇടുക എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് വൻപയർ. അത് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക. കൂടെ കറിവേപ്പിലയും ഇടുക. ഈ കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങയ്ക്ക് വളരെയധികം വില കൂടി നിൽക്കുന്ന സമയത്ത് തേങ്ങ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കറിയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.